നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അർജുൻ വിഷയത്തിൽ പ്രതികരണവുമായി സ്വപ്ന സുരേഷ്. മാധ്യമപ്രവർത്തകരോടാണ് സ്വപ്ന സുരേഷ് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ചില കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. സ്വപ്ന സുരേഷിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ സംക്ഷിപ്ത രൂപം ഇങ്ങനെ: പ്രിയ സുഹൃത്തുക്കളെ, വിവേകത്തോടെയും മനസാന്നിധ്യത്തോടെയും ചിന്തിക്കുക. അർജുൻ എൻ്റെ സഹോദരനെ പോലെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പ്രിയ മാധ്യമ പ്രവർത്തകരെ, ദയവായി ഈ വിഷയത്തിൽ ധനസമ്പാദന നടത്തരുത്. നിങ്ങളൊരു ടീമെന്ന നിലയിൽ അവിടെ ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് എല്ലായ്പ്പോഴും എമർജൻസി റെസ്പോൺസ് ടീം ഉണ്ടായിരുന്നു. മലയാളിക്ക് സ്വന്തമായി വിശ്വസ്തരായ മലയാളം ചാനലുണ്ട്. എല്ലാവരോടും അപേക്ഷിക്കുകയാണ്, ദയവായി ചൂഷണം ചെയ്യരുത്. ചാനലുകൾ സ്വയം ജീവിക്കുക, സ്വയം സംസാരിക്കുക. അതുവഴി നിങ്ങളുടെ റേറ്റിംഗ് തിരിച്ചറിയാൻ നിങ്ങൾക്ക് സാധിക്കും. ഇത്തരത്തിലൊരു ഫേസ്ബുക്ക് പോസ്റ്റാണ് സ്വപ്ന സുരേഷ് പങ്കുവച്ചിരിക്കുന്നത്. മാത്രമല്ല, നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകുവാനോ നമ്മുടെ പ്രാർത്ഥനകൾക്കും ആവശ്യങ്ങൾക്കും ഉത്തരം നൽകുവാനോ ഉള്ള അധികാരം മുകളിലുള്ള വ്യക്തിക്ക് മാത്രമേ ഉള്ളൂ എന്നും സ്വപ്ന സുരേഷ് വ്യക്തമാക്കിയിരിക്കുകയാണ് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ. എന്തായാലും അർജുൻ വിഷയത്തിൽ ഒരു നിർണായക പ്രതികരണം തന്നെയാണ് സ്വപ്ന സുരേഷ് നടത്തിയിരിക്കുന്നത്. മറ്റു വാർത്തകൾ നോക്കാം. ഇനി തെരച്ചിൽ തുടരണമെങ്കിൽ ബാർജ് എത്തിക്കണം. തമിഴ്നാട്ടിൽ നിന്ന് ബാർജ് എത്തിക്കാൻ കുറഞ്ഞത് 4 ദിവസം എടുക്കും. റോഡ് മാർഗമേ ബാർജ് എത്തിക്കാൻ സാധിക്കൂ. ഇതിനുള്ള ശ്രമം നടത്തുമെന്ന് കാർവർ MLA വ്യക്തമാക്കിയിരിക്കുകയാണ്. പുഴയിൽ ഒഴുകി നടന്ന് മണ്ണും ചെളിയും നീക്കുന്ന ക്രെയിൻ മൗണ്ടഡ് ബാർജ് തമിഴ്നാട്ടിൽ നിന്ന് റോഡ് മാർഗം എത്തിക്കാൻ 4 ദിവസം എടുക്കും. ഇത് കണക്കിലെടുത്താണ് താൽക്കാലികമായി നിർത്തിയത്. സിഗ്നലുകൾ കിട്ടിയ സ്ഥലത്ത് നിന്ന് ടൺ കണക്കിന് മണ്ണും ചെളിയും നീക്കാൻ ഇത് കൂടിയേ തീരൂ. ഇന്നലെ വൈകിട്ട് ചേർന്ന കർണാടക സർക്കാരിന്റെ ഉന്നതതല യോഗ വിവരം ഔദ്യോഗികമായി കേരളത്തെ അറിയിച്ചിരുന്നു. മുങ്ങൽ വിദഗ്ധൻ ഈശ്വർ മൽപ്പയും സംഘവും നാവികസേന, NDRF, SDRF ദൗത്യസേനാംഗങ്ങളും ഇന്നലെ വൈകിട്ട് മടങ്ങിയിരുന്നു. സ്ഥലത്തെ ടെന്റും പൊളിച്ചു നീക്കിയിരുന്നു. മൽപ്പയുടെ നേതൃത്വത്തിൽ ഇന്നലെ നിരവധി തവണ തെരച്ചിൽ നടത്തിയിരുന്നു. അർജുനെ കണ്ടെത്തുന്നതുവരെ സാധ്യമായതെല്ലാം ചെയ്യണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്നലെ കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയെ നേരിട്ട് വിളിച്ചു പറഞ്ഞിരുന്നു. മനുഷ്യസാധ്യമാകും വിധം തെരച്ചിൽ നടത്തിയതായി കർണാടക സർക്കാർ അറിയിച്ചിരുന്നു. മന്ത്രിമാരായ മുഹമ്മദ് റിയാസ് ശനിയാഴ്ച രാത്രിയും AK ശശീന്ദ്രൻ ഇന്നലെ ഉച്ചയ്ക്കും മടങ്ങി. 10 ദിവസമായി ഷിരൂരിൽ ക്യാമ്പ് ചെയ്യുന്ന AKM അഷ്റഫ് MLA പറയുന്നത് തെരച്ചിലിന് പ്ലാൻ B പ്രകാരമുള്ള ബദൽ മാർഗം പരിഗണിക്കണമെന്നാണ്. അത് കേരള, കർണാടക മുഖ്യമന്ത്രിമാരും ചീഫ് സെക്രട്ടറിമാരും ചർച്ച ചെയ്ത് തീരുമാനമെടുക്കണമെന്നും മുഖ്യമന്ത്രിമാർ തമ്മിലുള്ള ഏകോപനം ആവശ്യമാണെന്നും ഇപ്പോഴത്തെ ദൗത്യത്തിൽ പ്രതീക്ഷ നഷ്ടപ്പെട്ടതായും അദ്ദേഹം പറഞ്ഞു. എന്തായാലും അർജുനായുള്ള കാത്തിരിപ്പ് തുടരുകയാണ്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.